നാട്ടിൽ പാടി പറയുന്ന ബദർ മൗലീദിലെ വരികളിൽ ഒന്ന് ഇപ്രകാരമാണ്: യാ മൻ ബിഹി ഹല്ല റദ വമൻ ബിഹിം നകദ. ഇതാ പ്രയാസങ്ങൾ ബാധിച്ചവരെ, നഷ്ടങ്ങൾ ബാധിച്ചവനെ, നിനക്ക് എനിക്ക് നൽകാനുള്ള ഉപദേശം എന്താണെന്ന് അറിയുമോ? ഖുൽ നാദിയൻ മുസ്തൻജിദൻ യാ അഹ്ല ബദ്രി ശുഹദാ. നിനക്ക് പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടോ, നഷ്ടങ്ങൾ ബാധിച്ചിട്ടുണ്ടോ? എന്താണ് നീ പറയേണ്ടത്? യാ അഹ്ല ബദ്രി ശുഹദാ, ബദറിൽ മരിച്ചു വീണ ശുഹദാക്കളെ, എന്റെ ഈ പ്രയാസങ്ങൾ നീക്കിത്തരണമേ എന്ന് നീ പറഞ്ഞുകൊള്ളുക, നീ തേടിക്കൊള്ളുക. നിങ്ങൾ ബദരീങ്ങൾ എന്തൊന്നിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന വാദമല്ലേ ഇത്? അവർ മരിച്ചു വീണത് അവരെ ദുആ ചെയ്യാനാണോ, അവരോട് പ്രാർത്ഥിക്കാനാണോ, അവരോട് സഹായം തേടാനാണോ? ബദരീങ്ങൾ മരണപ്പെട്ടു. അടുത്ത വർഷം ഉഹദ് ഉണ്ടായി. ഉഹദിൽ പ്രയാസങ്ങൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ചില ആളുകൾ തിരിഞ്ഞോടി ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന്. അതിൽ ചിലർ ബദരീങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ വിളിച്ചോ, ഇതാ ബദരീങ്ങളെ, ശുഹദാക്കളെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഈ യുദ്ധത്തിൽ വിജയം നൽകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചോ? അവർ ദുആ ചെയ്തോ? ഇല്ല. എന്താ അവർ ദുആ ചെയ്യാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സഹാബികളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പട്ടിണി ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അംവാസ് എന്ന പ്രദേശത്ത് ധാരാളക്കണക്കിന് സഹാബികൾ മരിച്ചു വീണ ഒരു പ്ലേഗ് പൊട്ടി പുറപ്പെട്ടു, താഊൻ ഉണ്ടായി. ഏതെങ്കിലും ഒരു സഹാബി, ഒരൊറ്റ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഇതാ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്. ബദർ മൗലീദ് പറഞ്ഞ വാക്കന്നെ യാ മൻ ബിഹി ഹല്ല റദ, പ്രയാസമുണ്ടായവനെ, നഷ്ടങ്ങൾ ബാധിച്ചവനെ. എന്താണ് നീ വിളിക്കേണ്ടത്? യാ അഹ്ല ബദ്രി ശുഹദാ, ബദറിൽ മരിച്ചു വീണ ശുഹദാക്കളെ എന്ന് നീ വിളിക്കുക. ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്നുകൊണ്ട് ഒരിക്കലെങ്കിലും, ഖബറിന്റെ അരികിൽ വന്നിട്ടെങ്കിലും, നബിയെ ഇതാ പ്രയാസം ബാധിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ട്, ഇതൊന്ന് നീക്കിത്തരണമേ റസൂലുള്ളാഹ് എന്ന് അവർ തേടിയ ഒരു സംഭവമുണ്ടോ സഹോദരങ്ങളെ? ബദർ മൗലീദ് ചൊല്ലുന്നവൻ ബദരീങ്ങളുടെ ആദർശത്തെ നശിപ്പിക്കുകയാണ്. ബദരീങ്ങൾ ഏറ്റവും അധികം വെറുത്ത ആദർശമാണ് അവർ ഹൃദയത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നീ ബദരീങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീ അവരുടെ ആദർശം സ്വീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക.